അല്ല, ഇത് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതാണല്ലോ. നേരത്തെ ആവശ്യപ്പെട്ടത് കൊണ്ട് പോലീസ് ആവശ്യമായ നടപടികൾ എടുക്കാതിരിക്കുകയും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണുകയും ചെയ്തപ്പോഴാണ് പാർട്ടി കോടതിയെ സമീപിച്ചത്. ആ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അല്പമെങ്കിലും മുന്നോട്ട് പോയത്. എന്നാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനങ്ങാപ്പാറ നയം തന്നെയാണുള്ളത്. നിർബന്ധിതാവസ്ഥയിൽ കോടതിക്ക് മുമ്പിൽ കോടതിയുടെ ഉത്തരവ് അനുസരിച്ചുള്ള കടലാസുകൾ സമർപ്പിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും മുന്നോട്ട് പോയത്. കാര്യം വളരെ വ്യക്തമാണല്ലോ. ഇത് എവിടെ നിന്നാണ് വന്നത്, ആരാണ് ആദ്യം കൊടുത്തത്, ആരൊക്കെയാണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമായി പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, കോടതിയിൽ സമർപ്പിച്ച്. ഇനി അതിൻ്റെ പേരിൽ ഈ ആളുകളെ കണ്ടെത്തിയ സ്ഥിതിക്ക് നടപടിയെടുക്കണ്ടേ? പോലീസ് അവരുടെ പേരിൽ കുറ്റപത്രം തയ്യാറാക്കി അവരെ ശിക്ഷിക്കണ്ടേ? കേരളത്തിൽ ഇത്തരം കേസുകളിൽ വളരെ ധൃതി പിടിച്ച് കേസെടുത്ത് എത്രമാത്രം ഉദാഹരണങ്ങൾ പറയാൻ കഴിയും? ഇപ്പോൾ തന്നെ കഴിഞ്ഞ 2018, 2018, 2019 പ്രളയത്തിലെ ദുരിതാശ്വാസ ഫണ്ട് മുഴുവൻ ചെലവഴിച്ചിട്ടില്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, സോഷ്യൽ മീഡിയയിൽ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ എത്ര പേരുടെ പേരിലാണ് കേസെടുത്തത്? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തങ്ങൾക്കിഷ്ടമില്ലാത്തത് ആരെങ്കിലും സൂചിപ്പിച്ചാൽ എത്ര യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അതിനെതിരെ കേസെടുത്ത് അവരെ പീഡിപ്പിക്കുക, അറസ്റ്റ് ചെയ്യണം. ഇവിടെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരാണ് കുറ്റക്കാർ എന്ന് വ്യക്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു എന്നതല്ലാതെ ആ കുറ്റക്കാർക്കെതിരെ പോലീസ് തന്നെ കണ്ടെത്തിയ കുറ്റവാളികളെ എന്ത് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഏതായിരുന്നാലും ഗവൺമെൻറ് ഇത്തരത്തിൽ ഇതൊരു ജനാധിപത്യ ഭരണ സംവിധാനമാണോ? ഇത് ഇന്ത്യയെ പോലുള്ള, കേരളത്തെ പോലുള്ള പരിഷ്കാരമുള്ള, സംസ്കാരമുള്ള ഒരു രാഷ്ട്രത്തിന് ചേർന്നതാണോ? തങ്ങളുടെ ആളുകൾക്ക് എന്തും ചെയ്യാം, ഒരു അന്വേഷണം ഉണ്ടാവില്ല, അന്വേഷണം നടന്ന ആളെ കണ്ടുപിടിക്കില്ല, കണ്ടുപിടിച്ചാൽ തന്നെ ശിക്ഷിക്കില്ല എന്നുള്ളൊരു ധാരണ വന്നാൽ ഭരണകക്ഷിക്ക് എന്തുമാവാം. എത്ര ഗുരുതരമായ കുറ്റമാണിത്! ഇത് ഗവൺമെൻറ് ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്ന് പറഞ്ഞവരെ പേരിൽ ജനാധിപത്യ സംവിധാനത്തിൽ കേസെടുക്കുന്നു. മതങ്ങൾ തമ്മിൽ, വിശ്വാസങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ, അവരെ തമ്മിൽ അടുപ്പിക്കാൻ, ജാതീയത വളർത്താൻ ബോധപൂർവം ശ്രമിച്ചിട്ട് അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. എത്രമാത്രം ഗുരുതരം അത്! കാലാകാലങ്ങളിലായി മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണത്, ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ചന്ദ്രശേഖർ കൊലക്കേസിൽ ഇന്നോവയുടെ ബാക്കിൽ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചത്. എന്നിട്ട് മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ഇതിൻ്റെ പിറകിൽ മാഷാള്ള സ്റ്റിക്കറുണ്ട്, അതുകൊണ്ട് തീവ്രവാദികളുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അപ്പോൾ ഇത്രത്തോളം കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ആ കൃത്യങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടി മനുഷ്യരെ തമ്മിൽ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വിഭജിക്കുകയും സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ് സത്യത്തിൽ കേരളത്തിന് അപമാനമാണ്. ഞങ്ങളേതായാലും ഇതിവിടെ നിർത്തുന്നില്ല. നിരന്തരമായി നീതിന്യായ പീഠത്തോടൊപ്പം ഞങ്ങൾ സമീപിക്കും. കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് വരെ, അർഹമായ ശിക്ഷ നേടിക്കൊടുക്കുന്നതുവരെ നിയമത്തിൻ്റെ വഴിയിലൂടെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും പോഷക സംഘടനകളും മുന്നോട്ട് പോകും. അല്ല, അതിൻ്റെ ഗൂഢാലോചന മുഴുവൻ പുറത്തു കൊണ്ടുവരണം. ഇപ്പോൾ ഗ്രൂപ്പ് അഡ്മിന്മാരെ കിട്ടിയല്ലോ. ഈ ഗ്രൂപ്പ് അഡ്മിനർമാരെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്താൽ കിട്ടൂലോ ആരാണ് ഉണ്ടാക്കിയതെന്ന്, ആരാണ് കൊടുത്ത, ഗ്രൂപ്പിലേക്ക് കൊടുത്തത് ആരാന്ന് ഒരു അഡ്മിൻ അറിയില്ലേ? ഉറപ്പല്ലേ, ഉണ്ടാകും എന്നത് ഉറപ്പല്ലേ? ഇതെല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആരാണ് ഇതിൻ്റെ പിറകിൽ, ആരാണ് ചെയ്തത് എന്ന് അറിയാലോ. അറിയാത്തത് ഗവൺമെൻറ്റിനും പോലീസിനും മാത്രമാണ്. ആ ഒരു സ്ഥിതി മാറണം. ഞങ്ങൾ നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അല്ല, നിയമത്തിൻ്റെ വഴി നോക്കട്ടെ. അവിടെയല്ലേ ഇവിടെയൊക്കെ എത്തിച്ചത്, അത് അവസാനിക്കുന്നില്ലല്ലോ. റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് മാത്രം കോടതി അവസാനിക്കില്ലല്ലോ. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ പോലീസ് എന്തെടുക്കുന്നു എന്നും കൂടി നോക്കണ്ടേ? അതെ, അത് കോടതിയിൽ ഞങ്ങൾ അത് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നോക്കും. ഇപ്പോൾ ഇന്നലെയാണ് റിപ്പോർട്ട് കൊടുത്തത്, ഇന്നാണ് കാര്യങ്ങൾ പുറത്തു വന്നത്. ഈ പുറത്തു വന്ന കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ അടുത്ത സ്റ്റെപ്പ് കോടതിയിൽ എന്തെടുക്കണം എന്നതിനെക്കുറിച്ച് പാർട്ടി ആലോചിക്കും.